ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഒരു ഫുൾ റേഞ്ച് 100 വാട്ട്സിൻ്റെ സ്പീക്കറും ഒരു HFും നെറ്റ്വർക്ക് ഉപയോഗിച്ച് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു 12 ഇഞ്ചിൻ്റെ 8 ohmസിൽ വരുന്ന ഫുൾ റേഞ്ച് സ്പീക്കറാണ്. ഇത് HFനിടാനുള്ള ഒരു 8.4ൻ്റെ ഒരു ഫ്ലയറും ഒരു HF യൂണിറ്റും. ഇത് ലോറൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ നെറ്റ്വർക്ക് ബോർഡാണ്. ഇത് 1 വേ ആണ്, HFന് വേണ്ടി മാത്രമുള്ള നെറ്റ്വർക്ക് ബോർഡാണ്. ലോറൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. 80 വാട്ട്സ് വരെ സപ്പോർട്ട് ചെയ്യും. ഇതാണ് നെറ്റ്വർക്ക് ബോർഡ്. ഇത് ഞാനിപ്പോൾ വയറൊക്കെ സോൾഡർ ചെയ്തെടുത്തതാണ്. വയറില്ലായിരുന്നു, ഞാൻ സോൾഡർ ചെയ്ത് സെറ്റ് ചെയ്തതാണ്. നല്ലൊരു ക്വാളിറ്റി ഉള്ള ബോർഡാണ്. ഇതിൽ ബ്രാൻഡൊക്കെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ലോറൻസ് എന്നുള്ള ബ്രാൻഡ് നമുക്കവിടെ കാണാൻ സാധിക്കും. 4 സ്പേസറൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ടാണ് ബോർഡ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഭാഗമാണ് ഔട്ട്പുട്ട്, ഈ ഭാഗം ഇൻപുട്ടും, ഈ സൈഡ് ഔട്ട്പുട്ടും. കാണാൻ നല്ലൊരു വൃത്തിയുള്ള HF ബോർഡാണ്. 1000 രൂപ വരെ വിലയുണ്ട് ഇതിന്. അപ്പം നമുക്കിത് എങ്ങനെ സ്പീക്കറും HFും ഒരു ആംപ്ലിഫയറുമായിട്ട് കണക്ട് ചെയ്യാമെന്നുള്ളതാണ് ഇപ്പം നോക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. ഈ HF ഉണ്ടെങ്കിലാണ് നമുക്ക് വോയിസ് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇത് PM എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ HF ആണ്. 80 വാട്ട്സ് 8 ohms. PM എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ഇത് നമുക്ക് ഈ ഫ്ലയറുമായിട്ട് പിരിയുള്ള ടൈപ്പാണ്. അപ്പോൾ കറക്കി പിരി തെറ്റാതെ കറക്കി സിമ്പിളായിട്ട് ടൈറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് സെറ്റായി. ഇനി ഇതിൽ വയർ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ പോസിറ്റീവ് ഭാഗത്ത് ചുവന്ന വയറും നെഗറ്റീവ് ഭാഗത്ത് ബ്ലാക്ക് വയറുമാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ വയറിൻ്റെ നീളം ഇച്ചിരി കൂടുതലാണ്, അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സ്ലീവ് എടുത്തതിൻ്റെ നീളം കൂടിപ്പോയി, അപ്പോൾ ഞാൻ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നെഗറ്റീവ് ടെർമിനലിൽ ബ്ലാക്ക് വയറും, അതായത് നമ്മുടെ നെറ്റ്വർക്കിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് സൈഡിലുള്ള ബ്ലാക്ക് വയറാണ് ഇതിൻ്റെ നെഗറ്റീവിലും പോസിറ്റീവിലും കണക്ട് ചെയ്തു. അപ്പോൾ HFൻ്റെ കണക്ഷൻ കഴിഞ്ഞു. ഇനി നെറ്റ്വർക്ക് എങ്ങനെ സ്പീക്കറുമായിട്ട് കണക്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഈ നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ട് സെക്ഷനിൽ നിന്ന് വരുന്ന വയറും ആംപ്ലിഫയറിൻ്റെ സ്പീക്കർ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന വയറും പാരലായിട്ടാണ് ഈ ഫുൾ റേഞ്ച് സ്പീക്കറിലോട്ട് കണക്ട് ചെയ്യുന്നത്. നെഗറ്റീവ് തമ്മിൽ ലൂപ്പ് ചെയ്യുന്നു, പോസിറ്റീവ് തമ്മിലും ഇതുമാതിരി സ്ലീവ് എടുത്ത് ലൂപ്പ് ചെയ്യുന്നു. നെഗറ്റീവ് ടെർമിനലിലും പോസിറ്റീവ് ടെർമിനലിലും കൃത്യമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇത്രയാണ് കണക്ഷൻ വരുന്നത്. വിട്ടുപോകരുത്, നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ട് സെക്ഷനാണ് സ്പീക്കർ സൈഡിലോട്ട് വരേണ്ടത്. ഔട്ട്പുട്ട് സെക്ഷൻ HFിലോട്ടും വരണം, എന്നാലാണ് കറക്റ്റ് കണക്ഷൻ ആവുള്ളൂ. ഇതൊരു റിയൽ ഓഡിയോയുടെ 250 വാട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു മിക്സർ ആംപ്ലിഫയറാണ്, PA ആംപ്ലിഫയറാണ്. അതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നാണ് ഞാൻ വയറെടുത്ത്
സ്പീക്കറിൽ കണക്ട് ചെയ്തു, അത് കഴിഞ്ഞ് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തു, അത് കഴിഞ്ഞ് HFൽ കണക്ട് ചെയ്തു. ഇത്രയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. അങ്ങനെ മാറിപ്പോകാനൊന്നും സാധ്യതയില്ല, സിമ്പിൾ കണക്ഷനാണ്. പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ടിരുന്നാൽ മതി. കണക്ഷനെല്ലാം കൃത്യമായിട്ട് കണക്ട് ചെയ്തു. സ്പീക്കർ 12 ഇഞ്ച് 100 വാട്ടിൻ്റെ 12 ഇഞ്ച് 8 ohms സ്പീക്കറാണ്. ആംപ്ലിഫയർ ഓൺ ചെയ്ത് നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വോളിയം എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ USB മോഡിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നാണ് ബ്ലൂടൂത്ത് വഴി പ്ലേ ചെയ്യുവാണ്. ഒരു NCSൻ്റെ മ്യൂസിക്കാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം അറിയാൻ വേണ്ടി ഞാൻ HFൻ്റെ വയറ് ഊരിയിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളിതിൻ്റെ വോളിയം തമ്മിലുള്ള വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഹെഡ്സെറ്റ് വെച്ച് കേട്ടാൽ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും ഇതിൻ്റെ HFൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. നമുക്ക് ഹെഡ്സെറ്റ് വെച്ച് കേട്ട് കഴിഞ്ഞാൽ നല്ലോണം അറിയാൻ പറ്റും. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. നെറ്റ്വർക്ക് ബോർഡ് വഴി HF കണക്ട് ചെയ്താൽ നമ്മൾ ഡയറക്റ്റ് ഈ കോണ്ടാക്റ്റിലോട്ട്, സ്പീക്കറിൻ്റെ കോണ്ടാക്റ്റിലോട്ട് HF കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം കൂടുതലൊക്കെ വെക്കുമ്പോഴത്തേക്ക് HFൻ്റെ ഡ്രൈവർ സെക്ഷൻ അടിച്ചു പോകാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നെറ്റ്വർക്ക് വെച്ച് കണക്ട് ചെയ്താൽ ക്ലിയർ വോയിസുമായിരിക്കും, നെറ്റ്വർക്കിന് ഡാമേജും വരില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഓഡിയോ കേൾക്കാൻ സാധിക്കും. ടച്ച് ചെയ്തും ടച്ച് ചെയ്യാതെയും 2 രീതിക്ക് ഞാനിത് ഓഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടാൽ മനസ്സിലാവും HF വെച്ച് ഇങ്ങനെ കണക്ട് ചെയ്താലുള്ള ഗുണം എന്താണെന്ന്. ഇത് സാധാരണ ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. കേട്ടില്ലേ, നല്ല ക്ലിയർ സൗണ്ടാണ്. ഇങ്ങനെയാണ് നമ്മളൊരു 12 ഇഞ്ച് സ്പീക്കർ നമുക്ക് ആംപ്ലിഫയറുമായിട്ട് ഒരു ബോക്സിൽ കണക്ട് ചെയ്യുമ്പോൾ ഈ നെറ്റ്വർക്ക് ബോർഡ് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ക്ലിയർ വോയിസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.